റിസർച്ച് PSCയുടെ സൗജന്യ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ് സ്കൂൾ ടെക്സ്റ്റിലെ 1ാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് ആ കാലഘട്ടം ആരംഭിക്കുന്നത് എ ഡി 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാല ഇന്ത്യ എന്ന് വിളിക്കുന്നത്. എ ഡി 8ാം നൂറ്റാണ്ടിൽ ഡൽഹിയിൽ അധികാരത്തിലുണ്ടായിരുന്ന രാജവംശങ്ങളായിരുന്നു തോമര രാജവംശം. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു രാജവംശം തുടർന്നു വന്ന രാജവംശമാണ് ചൗഹാൻ രാജവംശം. ഏതൊക്കെയാണ്? തോമര രാജവംശവും ചൗഹാൻ രാജവംശവും. ഈ ഡൽഹി ആൾക്കാരുടെ ഭരണകേന്ദ്രമാകാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, 3 സാഹചര്യങ്ങൾ ഡൽഹിക്ക് അനുകൂലമായിരുന്നു. ഒന്ന്, ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് സമതലത്തിൽ എന്നാണ് ചോദ്യമെങ്കിൽ അത് സിന്ധു ഗംഗാ സമതലത്തിനടുത്താണ്. അപ്പോൾ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഫലഭൂയിഷ്ഠതയുള്ള സിന്ധു ഗംഗാ സമതലത്തിനടുത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇത് ആരവല്ലി പർവ്വതനിരകൾക്കടുത്തായിരുന്നു ഡൽഹി നഗരം നിങ്ങൾക്കറിയാം യമുന നദീതീരത്താണ്. അപ്പോൾ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദീതീരത്താണ്. ഇത്രയും സവിശേഷതകൾ കൊണ്ട് പല ആൾക്കാരും ഡൽഹിയെ ഫോക്കസ് ചെയ്യപ്പെട്ടു. ഡൽഹി ഈ 8ാം നൂറ്റാണ്ട് കാലഘട്ടത്ത് അറിയപ്പെട്ട പേര് ദില്ലിക എന്നാണ്. പേരെന്താണ്? ദില്ലിക. ആരാണ് ദില്ലിക എന്ന നഗരം പണികഴിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ പേര് അനംഗപാൽ തോമർ. പേരെന്താണ്? അനംഗപാൽ തോമർ എന്ന് പറയുന്നത്. ഡൽഹി ആദ്യകാലത്ത് ഭരിച്ചിരുന്ന തോമർ രാജവംശത്തിൽപ്പെട്ട ആൾക്കാർ പിൽക്കാലത്ത് അവരുടെ അനുയായികൾ തന്നെയാണ് പിൽക്കാലത്ത് ആ ചൗഹാൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഭരിച്ചിരുന്നു. അപ്പോൾ ഈ ചൗഹാൻ കളി എന്നറിയപ്പെട്ടൊരു വിനോദമാണ് പോളോ. ചൗഹാൻ കളി എന്നറിയപ്പെട്ട വിനോദമാണ് ഏത്? പോളോ. മുസ്ലിങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ആക്രമണം നയിച്ചത് 712 AD 712, 8ാം നൂറ്റാണ്ട് തന്നെയാണ്. 712 AD മുസ്ലിങ്ങളുടെ ഇന്ത്യ ആക്രമണം നയിച്ചത് മുഹമ്മദ് ബിൻ ഖാസിം. മുസ്ലിങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ആക്രമണം നയിച്ചത് മുഹമ്മദ് ബിൻ ഖാസിം. ഇദ്ദേഹം ഇന്ത്യയിൽ പരാജയപ്പെടുത്തിയ ഭരണാധികാരിയാണ്. സിന്ധിലെ ഭരണാധികാരി ദാഹീറിനെ പരാജയപ്പെടുത്തി. ഇന്ത്യ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസനി. ഇദ്ദേഹം 1000 AD 1027 AD ഇടയിൽ 17 തവണ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇദ്ദേഹം വന്നത്. മുഹമ്മദ് ഗസനി. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആക്രമണം നടന്നത് 16ാമത്തെ ആക്രമണമാണ്. 16ാമത്തെ ആക്രമണത്തിലൂടെ ഇദ്ദേഹം സോമനാഥ ക്ഷേത്രം തകർത്തു. ഏതാണ്? സോമനാഥ ക്ഷേത്രം. ഈ സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചത് ഗുജറാത്തിലാണ്. മുഹമ്മദ് ഗസനിയുടെ ആസ്ഥാന കവിയായിരുന്നു അൽ ഫിർദൗസി. എന്താണ് പേര്? അൽ ഫിർദൗസി. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണേത്? ഷാനാമ എന്ന കൃതി എഴുതിയ ആളാണ് അൽ ഫിർദൗസി. എന്നാൽ മുഹമ്മദ് ഗസനിയുടെ ആസ്ഥാന പണ്ഡിതനായിരുന്നു ആര്? മുഹമ്മദ് ഗസനിയുടെ ആസ്ഥാന പണ്ഡിതനാരെന്ന് ചോദിച്ചാൽ അത് അൽബറൂണി. പേരെന്താണ്? അൽബറൂണി. അപ്പം മുഹമ്മദ് ഗസനിയുടെ സദസ്സിലെ ചരിത്രകാരൻ, ഇസ്ലാം ചരിത്രകാരൻ കൂടിയായിരുന്നു ആര്? അൽബറൂണി. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് താരിഖ് അൽ ഹിന്ദ് കിതാബ് ഫി തഹ്ഖീഖ്. താരിഖ് അൽ ഹിന്ദ് കിതാബ് ഫി തഹ്ഖീഖ് എഴുതിയതാരാണ്? അൽബറൂണി. വിഗ്രഹ ധ്വംസകൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ഗസനി. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. ഇദ്ദേഹം 1175 ഇദ്ദേഹം മുൾട്ടാൻ പിടിച്ചെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? മുൾട്ടാൻ. ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. എന്നാൽ വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഹർഷവർദ്ധനൻ. ഹർഷൻ്റെ ആസ്ഥാനം കനൗജാണ്.
അപ്പോൾ ഡൽഹി ഭരിച്ച പൃഥ്വിരാജ് ചൗഹാൻ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയിൽ ഒരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണമായ ഒന്നാമത്തെ യുദ്ധമാണ് ഒന്നാം തറയിൻ യുദ്ധം. ഒന്നാം തറയിൻ യുദ്ധം. തറയിൻ സ്ഥിതി ചെയ്യുന്നത് താനേശ്വർ ഹരിയാനയിലാണ്. താനേശ്വരം ഹരിയാന. അപ്പോൾ ഒന്നാം തറയിൻ യുദ്ധം 1191 ഒന്നാം തറയിൻ യുദ്ധം. ഇതിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കുവാൻ അടിത്തറയിട്ട യുദ്ധം രണ്ടാം തറയിൻ യുദ്ധം 1192. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. മുഹമ്മദ് ഗോറിയെ രണ്ടാം തറയിൻ യുദ്ധം വിജയിക്കുവാൻ സഹായിച്ച രജപുത്ര രാജാവിൻ്റെ പേരാണ് ജയചന്ദ്. പേര് ജയചന്ദ്. അപ്പം നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയാണ് ചന്ദ് ബർദായി. അദ്ദേഹം രചിച്ച കൃതിയാണ് പൃഥ്വിരാജ് റാസോ. അപ്പോൾ പൃഥ്വിരാജ് റാസോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹിന്ദി ഭാഷയിലെ ഒന്നാമത്തെ മഹാകാവ്യമാണ് പൃഥ്വിരാജ് റാസോ. രചിച്ചത് ചന്ദ് ബർദായി. മുഹമ്മദ് ഗോറി ജയചന്ദ്രയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് 1194 ചാന്തുവാർ യുദ്ധം. പേര് ചാന്തുവാർ യുദ്ധം. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി രജപുത്ര രാജാവ് ജയചന്ദ്രനെ പരാജയപ്പെടുത്തി. എന്നാൽ ഒരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇദ്ദേഹത്തിനായില്ല. ഇദ്ദേഹം തൻ്റെ അടിമയായിരുന്ന വിശ്വസ്തൻ ഖുദ്ബുദ്ദീൻ ഐബക്കിനെ ഇന്ത്യയിലെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പല കാര്യങ്ങളിലും മുഴുകി നടന്നു. 1206 പഞ്ചാബിലെ കയാർമാരുമായിട്ടുള്ള ധാമിമിക് എന്ന യുദ്ധത്തിൽ ഇദ്ദേഹം അബദ്ധവശാൽ മരണപ്പെട്ടു. ആര്? മുഹമ്മദ് ഗോറി. ഇതോടെ അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഖുദ്ബുദ്ദീൻ ഐബക്ക് ആദ്യത്തെ സുൽത്താനേറ്റ് രാജവംശം സ്ഥാപിച്ചു. അതാണ് അടിമ രാജവംശം. അപ്പോൾ ഡൽഹി ഭരിച്ച ഒന്നാമത്തെ സുൽത്താനേറ്റ് രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ അത് അടിമ രാജവംശം. ഡൽഹി ഭരിച്ച എത്ര സുൽത്താനേറ്റ് രാജവംശമുണ്ട്? 5 സുൽത്താനേറ്റ് രാജവംശങ്ങൾ. ഒന്ന് അടിമ വംശം. അടിമ വംശം. ആ അടിമ രാജവംശ കാലഘട്ടം 1206 1290. ആരാണ് ഈ അടിമ രാജവംശ സ്ഥാപകൻ? ഖുദ്ബുദ്ദീൻ ഐബക്ക്. ഖുദ്ബുദ്ദീൻ ഐബക്ക്. ആരാണ്? അടിമ രാജവംശത്തിലെ അവസാനത്തെ രാജാവ് കൈക്കോബാദ്. രണ്ടാമത്തതാണ് ഖിൽജി വംശം. 1290 1320 വരെയാണ് ഖിൽജി വംശം. ആരാണ് ഖിൽജി വംശ സ്ഥാപകൻ? ജലാലുദ്ദീൻ ഖിൽജി. അവസാനത്തെ ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി മുബാരക് ഷാ. അടുത്തത് തുഗ്ലക് വംശം. 1320 മുതൽ 1414 വരെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശമാണ് തുഗ്ലക് രാജവംശം. തുഗ്ലക് രാജവംശ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ആരാണ് തുഗ്ലക് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി? നാസറുദ്ദീൻ മുഹമ്മദ് ഷാ. സയ്യിദ് വംശം 1414 1451. ആരാണ് സയ്യിദ് രാജവംശ സ്ഥാപകൻ? കിസാർ ഖാൻ. സയ്യിദ് രാജവംശ സ്ഥാപകൻ ആരാണ്? കിസാർ ഖാൻ. ആരാണ് സയ്യിദ് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി? അലാവുദ്ദീൻ ആലാം ഷാ. സയ്യിദ് രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ആലാം ഷാ. അവസാനത്തെ സുൽത്താനേറ്റ് രാജവംശമാണ് ലോധി വംശം. 1451 1526. സ്ഥാപകൻ ബഹലുൽ ലോധി. അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി. ഇതിനെ തുടർന്ന് 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇതോടെ ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ചു. അടുത്തു വന്നത് മുഗൾ കാലഘട്ടം ആരംഭിച്ചു. അപ്പോൾ ക്രിസ്തു വർഷം 1206 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ച രാജവംശങ്ങളെ വിളിക്കുന്ന പേരാണ് സുൽത്താനേറ്റ് രാജവംശം. ഖുദ്ബുദ്ദീൻ ഐബക്കിന് ശേഷം അടുത്ത അധികാരത്തിൽ വന്നയാളാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. പോളോ കളിച്ചുകൊണ്ടിരിക്കെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ചയാളാണ് ഖുദ്ബുദ്ദീൻ ഐബക്ക്. മുൾട്ടാൻ ലാഹോർ ബംഗാൾ ഇവ കീഴടക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്.
ഒരു ഏകീകൃത നാണയ സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. ഇദ്ദേഹം തങ്ക, ജിത്താൾ, അപ്പോൾ തങ്ക എന്ന സ്വർണ്ണ നാണയങ്ങളും ജിത്താൾ എന്ന വെള്ളി നാണയങ്ങളും പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. ഇങ്ങനെ ഒരു ഏകീകൃത നാണയ സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്ന സുൽത്താൻ ഭരണാധികാരിയാണ് ഷാംസുദ്ദീൻ ഇൽത്തുമിഷ്. ഡൽഹി ഭരിച്ച ഒരേ ഒരു മുസ്ലിം വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താൻ. ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലെയും പ്രദേശങ്ങൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യയിൽ കീഴടക്കിയ ആദ്യത്തെ പ്രദേശം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. തുഗ്ലക്ക് വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇദ്ദേഹത്തെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിളിക്കുന്നു. ഇദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും ദേവഗിരിയുടെ പേര് ദൗലത്താബാദ് എന്നാക്കി മാറ്റുകയും വീണ്ടും തലസ്ഥാനം ഡൽഹിയിലേക്കും കൊണ്ടുവന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. നമ്മുടെ ഈ ഒരു ഒറ്റ പാഠപുസ്തകത്തിൽ ഇത്രയ്ക്കുള്ള ചെറിയ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അടുത്ത പാഠങ്ങളിലൊക്കെയാണ്. അടുത്തിന് ഏറ്റവും ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുഗൾ രാജവംശത്തെയാണ്. അപ്പോൾ മുഗൾ രാജവംശ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് ബാബറാണ്. 1526 അവസാനത്തെ സുൽത്താനേറ്റ് രാജാവായ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. ഇന്ത്യയിൽ പീരങ്കിയും വെടിമരുന്നും യുദ്ധത്തിൽ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ബാബർ. ഒരു സാഹസികനായ മുഗൾ ഭരണാധികാരിയാണ് ബാബർ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് മുഗളന്മാരുടെ കാലഘട്ടമാണ്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ അടിത്തറയിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. പാനിപ്പട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. 1526 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം അരങ്ങേറിയത്. ഈ യുദ്ധത്തിൽ ബാബർ സുൽത്താനേറ്റിലെ അവസാനത്തെ സുൽത്താന രാജവംശമായ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഒരു മുഗൾ രാജവംശം സ്ഥാപിക്കുന്നു. അപ്പോൾ മുഗളന്മാരിലെ പ്രസിദ്ധ രാജാക്കന്മാർ ആരൊക്കെയെന്ന് നോക്കണം. ഒന്നാമത്തെ ഭരണാധികാരി ബാബറിൻ്റെ ഭരണകാലഘട്ടം 1526-1530. അത് കഴിഞ്ഞാൽ അടുത്തയാൾ ഹുമയൂൺ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഹുമയൂൺ. ഭാഗ്യവാനെന്ന് പേര്, പക്ഷേ ദൗർഭാഗ്യവാനായ ഭരണാധികാരി. 1530-40 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. കഴിഞ്ഞ് ഇന്ത്യ വിട്ട് ഓടേണ്ടി വന്നു. 1555 ഇദ്ദേഹം തിരിച്ചെത്തി. 1556 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അമർകോട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മകനായ അക്ബർ ജനിക്കുന്നത്. മൂന്നാമത്തെ ഭരണാധികാരി അക്ബറാണ്. കരുത്തനായ ഭരണാധികാരിയാണ് അക്ബർ. ഇദ്ദേഹം നിരക്ഷരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടും. 1556 മുതൽ 1605 വരെ ഭരണം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ജഹാംഗീർ. 1605-1627 വരെയാണ് ഭരണകാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ജഹാംഗീറിൻ്റെ മകനാണ് ഷാജഹാൻ. 1627-1658. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഔറംഗസീബ്. 1658-1707. ഇതാണ് ഔറംഗസീബിൻ്റെ കാലഘട്ടം. ഇന്ത്യയിൽ വെടിക്കോപ്പുകളും പീരങ്കിയും ഉപയോഗിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് ബാബർ. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് മൻസബ്ദാരി സമ്പ്രദായം. അക്ബറിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രസിദ്ധമായ പ്രദേശങ്ങളാണ് ഡൽഹി, ഖണ്ഡേഷ്, ആൾവ, ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ, മുൾട്ടാൻ, കാശ്മീർ, കാബൂൾ. അപ്പോൾ ഇത്രയും പ്രദേശങ്ങൾ അക്ബറിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശം. 1540-നും 45-നും ഇടയിൽ ഡൽഹി ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് സൂർ രാജവംശം. സ്ഥാപകൻ എന്ന് പറയുന്നത് ഷേർഷാ സൂരിയാണ്. ഇദ്ദേഹത്തെ വിളിക്കുന്ന ഫരീദ് ഖാൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഭയന്നിട്ടാണ് നമ്മുടെ ഹുമയൂണിന് ഇന്ത്യ വിട്ട് ഓടേണ്ടി വന്നത്. സൂർ രാജവംശത്തെ ഭയന്നിട്ട്. അക്ബർ നാമ എന്ന കൃതി എഴുതിയത് അബുൾ ഫസലാണ്. അക്ബർ നാമയിൽ 3 ഭാഗങ്ങളാണ് വരുന്നത്.
അതിലെ ആദ്യ ഭാഗം അക്ബറിൻ്റെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നു, രണ്ടാം ഭാഗം അക്ബറിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നു, മൂന്നാം ഭാഗം അക്ബറിൻ്റെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു. അക്ബർ നാമയുടെ മൂന്നാം ഭാഗത്തെ വിളിക്കുന്ന പേര്, അറിയപ്പെടുന്ന പേര് ഐനി അക്ബരി എന്നാണ്. എന്താണ് ഐനി അക്ബരി? മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസീബിൻ്റെ ഭരണകാലത്താണ്. ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചത് ഔറംഗസീബിൻ്റെ ഭരണകാലത്താണ്. ഇദ്ദേഹത്തെ വിളിക്കുന്നത് ജീവിക്കുന്ന സന്യാസി എന്നാണ്. മധ്യകാലഘട്ടത്തിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യം, ബാമിനി വംശം, ചോള സാമ്രാജ്യം. അപ്പോൾ മധ്യകാലഘട്ടത്ത് തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ് ചോള സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, ബാമിനി വംശം. മധ്യകാലഘട്ടത്ത് പശ്ചിമ ഇന്ത്യയിലുണ്ടായിരുന്ന രാജവംശമാണ് മറാത്ത വംശം. പശ്ചിമ ഇന്ത്യയിലുണ്ടായിരുന്ന രാജവംശം ഏതെന്ന് ചോദിച്ചാൽ അത് മറാത്ത. മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ ദ്വീപുകളിൽ വ്യാപിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു രാജവംശമാണ് ചോള രാജവംശം. ഇന്ത്യയിൽ ശക്തമായ നാവികസേന ഉണ്ടായിരുന്ന രാജവംശമാണ് ചോള രാജവംശം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയായിരുന്നു അബ്ദുർ റസാഖ്. പേരെന്താണ്? അബ്ദുർ റസാഖ്. 14-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തികളാണ് ഹരിഹരനും ബുക്കനും. ഹരിഹരൻ, ബുക്കൻ. വിജയനഗര സാമ്രാജ്യ തലസ്ഥാനം ഹംപി ആയിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധ ഭരണാധികാരി കൃഷ്ണദേവരായരായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. ഈ തളിക്കോട്ട യുദ്ധം 1565 ജനുവരി 26-നാണ്. ഇത് രാക്ഷസ തങ്കടി യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ? അദ്ദേഹത്തിൻ്റെ പേര് അലാവുദ്ദീൻ ഹസൻ ബാമാൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാമാൻ ഷാ. ഏത് പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കമാണ് വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യവും തമ്മിൽ തർക്കം വരാൻ കാരണം, അടി നടക്കാൻ കാരണം? അത് റൈച്ചൂർ എന്ന പ്രദേശം, ഫലഭൂയിഷ്ഠമായ റൈച്ചൂർ. ഇത് കൃഷ്ണ, തുംഗഭദ്ര നദികൾക്കിടയിലാണ് ഈ റൈച്ചൂർ. ദക്ഷിണ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു റൈച്ചൂർ. 17-ാം നൂറ്റാണ്ടിൽ പ്രബലമായ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ശിവജി, ഛത്രപതി ശിവജി. അപ്പോൾ ശിവജി ആരുടെ എതിരാളി എന്ന് ചോദിച്ചാൽ അത് ഔറംഗസീബിൻ്റെ ശക്തനായ എതിരാളിയായിരുന്നു ശിവജി. മറാത്ത സാമ്രാജ്യ സ്ഥാപകനാണ് ശിവജി. അതേപോലെ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരിയാണ് ശിവജി. മറാത്തകളുടെ ആസ്ഥാനം പൂനെ ഇൻ മഹാരാഷ്ട്രയാണ്. മറാത്തകളുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് പൂനെ, മഹാരാഷ്ട്ര. മറാത്തകൾ പ്രബല ശക്തികളായിട്ട് മാറാനുള്ള ഘടകം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശക്തമായ നാവികസേനയും ശക്തമായ കരസേനയും. അപ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചൊരു ജസ്റ്റ് ഔട്ട്ലൈൻ അങ്ങ് പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന ഭൂവിഭാഗത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധമായ രാജവംശങ്ങളെന്ന് പറയുന്നത് ഒന്ന് തോമര രാജവംശം, അടുത്ത് ചൗഹാൻ രാജവംശം, അത് കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റ് രാജവംശം, കഴിഞ്ഞാൽ മുഗൾ രാജവംശം, ഡൽഹി കേന്ദ്രമായി ഭരിച്ച രാജവംശങ്ങൾ. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ദക്ഷിണ ഇന്ത്യയെ സംബന്ധിച്ച് പ്രസിദ്ധമായ രാജവംശങ്ങളാണ് ചേര രാജവംശമുണ്ട്, ചോള രാജവംശമുണ്ട്, ചോള രാജവംശങ്ങളുണ്ട്, വിജയനഗര സാമ്രാജ്യം, ബാമിനി വംശം. ഇത് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ വംശങ്ങളാണ്. എന്നാൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു രാജവംശമാണ് മറാത്ത വംശം. ഇത് സ്ഥാപിച്ചത് പടിഞ്ഞാറൻ ഇന്ത്യയിൽ, മധ്യകാല ഇന്ത്യയിൽ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഒരു രാജവംശമാണ് മറാത്ത വംശം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിയിപ്പ് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും